ഓക്കെ. നേരെ കാണണം, മറ്റേ അഭിനയിച്ചല്ലേ കാണുന്നുള്ളൂ. എന്നെ അറിയാമോ? ഞങ്ങൾ ഭർത്താവും ഞാനും കൂടി ഫിലിം റെപ്രസെന്റ് ചെയ്യുന്നു, KTC-യിൽ. അറിയോ? ആരാന്നാണോ? ഞാനോ? നവ്യ എൻ്റെ പേര്. എന്തോ ആരാന്നാണോ? ഞാനോ? നവ്യ എൻ്റെ പേര്. സിനിമയിലൊക്കെ അഭിനയിക്കുന്നതാ. ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ കേട്ടോ. അതെ. അറിയോ? നന്ദനം കണ്ടവർക്കല്ല ഫേവറേറ്റ്. കരയുണ്ട കേട്ടോ, വിഷമിക്കല്ലേ. സന്തോഷം പോയിട്ട് വരാം. കരയുണ്ട കേട്ടോ, എനിക്ക് സന്തോഷം. മോനുണ്ടതാ, മോൻ എന്തെന്ന് ചോദിക്കുന്നു. 7ാം ക്ലാസ്സിലാ. അത്ര എന്തോ എന്തോ അത് ശരി. മോളെ കൊണ്ടുവന്നത് ഓർക്കുന്ന എന്റെ മോളെ എന്ന് പറഞ്ഞു അതിരെ മോളെ എനിക്ക് രണ്ടും പോയത് മോൻ ഒരാളേ ഉള്ളൂ. മോനെ അടകണ്ട അമ്മൂമ്മൊന്ന് കാണണ്ട പണിയില്ലേ. ഉമ്മന് ചത്തോയെ കാണാനിപ്പോ മക്കളെ അതെന്താ ഇനിയും വരാമല്ലോ. അതിനെന്താ, കഴിഞ്ഞ കൊല്ലല്ലേ വന്നേ, വർഷമാകും. ഇനി ഒരു 10-20 കൊല്ലം കൂടെ കാണാം. ഭഗവാൻ തീരുമാനിക്കട്ടെ, നമ്മളല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഞാൻ വീഡിയോ കണ്ടായിരുന്നു. ഭയങ്കര ഫേമസ് ആണല്ലോ. ആ റീലിന് ശേഷം ഭയങ്കര ഫേമസ് ആയി. അതുവരെ വയ്യാന്ന് പറഞ്ഞ് കട്ടിലെ കിടപ്പായിരുന്നു. ഇപ്പൊ ദുബായി പോകുന്ന കാര്യം അറിഞ്ഞതിന് ശേഷം വയ്യാന്ന് പറഞ്ഞ കൊണ്ടുപോയില്ലല്ലോ. ഇനി ചാടിയൊക്കെ നടക്കണം, ഡാൻസും ഒക്കെ കളിച്ചേക്കണം കേട്ടോ. കളിക്കണം, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ആ വരാം. ഇവരെ എല്ലാവരെയും ഒന്ന് കാണിക്കണം. ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും അവരങ്ങനെ അധികം പോയിട്ടില്ല. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നി ഇതൊരു പെർഫെക്റ്റ് സ്ഥലമാണ് കുഞ്ഞ് കണ്ടിരിക്കേണ്ടതെന്ന് തോന്നി. കുഞ്ഞല്ലേ, ഇപ്പം വലിയ പോയാണ്, പക്ഷെ എന്നാലും അവനതൊക്കെ ഒന്ന് കാണണം. ഒരുപാട് അമ്മമാരെയും ഒക്കെ കാണാമല്ലോ. ഇങ്ങനെ അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മനസ്സിലാവും. അച്ഛനും അമ്മയൊക്കെ ഇല്ലാത്ത കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് കൊണ്ടുവന്നു. അവനും ഇഷ്ടമുണ്ട് വരാൻ, അതുകൊണ്ടാണ് കൊണ്ടുവന്നത്. 2 വരിയോ? എനിക്ക് പാട്ടൊന്നും പാടാൻ അറിഞ്ഞൂടാ. ഇല്ല, അത് ഞങ്ങൾക്കറിയാം. സത്യം, അതൊക്കെ ചിത്ര ചേച്ചല്ലേ പാടി. അല്ലാതെ പാടുമല്ലോ. എല്ലാവരും ഇതൊക്കെ ഒന്ന് മാറ്റിക്കും. ഞാൻ അമ്മ തുടക്കം തൊട്ടുള്ളതാണ്. അമ്മയ്ക്കൊക്കെ ഒരുപാട് വലിയ ജീവിത കഥകളൊക്കെ ഉള്ളതാണ്. 14 വർഷമായി എന്നെ കണ്ടതും വന്നതും ഒക്കെ അതൊന്നും ഇനിയിപ്പോ ഓർക്കണ്ട. അമ്മ നന്നായിട്ട് എന്നിട്ട് എന്താ പഠിച്ചിട്ടെന്താ ജോലി വാങ്ങണം, വാങ്ങണ്ടേ?
അങ്ങനെയുണ്ടേ എന്നിട്ട് ശമ്പളമൊക്കെ വാങ്ങി ഇതുപോലുള്ള അമ്മമാരെയൊക്കെ സഹായിക്കുകയും വേണം അപ്പം കേട്ടോ. കാണണ്ടേ കാണണം, നേരെ കാണണം, മറ്റേ അഭിനയിച്ചല്ലേ കാണുന്നുള്ളൂ. എന്നെ അറിയാമോ? അറിയാത്ത ഈ രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ ചാനലുകളും. പിന്നെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ ചിരിക്കുന്ന കാണുമ്പോൾ നമുക്കെടുത്ത് അവർ ചിരിക്കാൻ വേണ്ടിയാ ഇങ്ങനെ വെച്ചേക്കുന്നു. നല്ല ഭംഗിയുണ്ട്, ഞാനും ചിരിച്ചു. കൊട്ടാരക്കര കൊട്ടാരക്കരയിൽ അസീസില്ല. ഇച്ചിരി ഇടയ്ക്കൊക്കെ ഫിസിയോതെറാപ്പിസ്റ്റ് പറയും എഴുന്നേറ്റ് ഇരിക്കണം, പിടിക്കണം, പിടിച്ചെഴുന്നേക്കണമെന്നൊക്കെ. എല്ലാവരും ഇവിടെ ഇരുന്ന് സിനിമയും സീരിയലും ഒക്കെ കാണുന്നവരാ, കിടന്നുകൊണ്ടൊക്കെ കാണും. കോഴിക്കോട് അറിയില്ലേ? കൊള്ളാം, എന്താണ് പറയുന്നത്? കോഴിക്കോട് അറിയാത്ത ആരാ ഉള്ള കേരളത്തില്? മെയിൻ കോഴിക്കോട്. കോഴിക്കോട് 15ാമത്തെ കൊല്ലം അവിടെ വന്നിട്ട് ഞാൻ 15 ഞങ്ങൾ ഭർത്താവും ഞാനും കൂടി ഫിലിം റെപ്രസെന്റ് ചെയ്യുന്നു KTC-ൽ ഗ്രേഡേഴ്സ്മിയില്. ലക്ഷ്മിയുടെ പടം ചെയ്തത് കഴിഞ്ഞ കൊല്ലം. 15 കൊല്ലമായിട്ട് അവിടെ വന്നിട്ട് 15ാമത്തെ കൊല്ലം ഞങ്ങൾ രണ്ടാളും കൂടി വന്നതാ, രണ്ടുപേരും കൂടി വന്നതാ. മക്കളില്ല. അവിടെ ഇപ്പൊ ഒരുപാട് പേരായി, ഇവിടെ ഒരുപാടുണ്ട്. ഇതല്ല ഏ അമ്മയാകേണ്ടത്. സിനിമയിലോ? പോയിട്ട് വരാം. കിടന്നോ.